അവനിട്ടതു കീറിയ നിക്കർ ഒരു റൊട്ടി അവനിന്ന് കിട്ടിയിട്ടും ഞാൻ ചുമ്മാ നിൽക്കുന്നേ നിന്നോ പട്ടി പാൽ കണ്ണി ചാടി വന്നെത്തും ഞാൻ പെണ്ണാളെ പെണ്ണാളെ നീ കരിമ്പ് ചക്കരത്തേനല്ലോ കണ്ണാളെ കണ്ണാളെ നീ ഭയമ്പ് തോക്കണത്തേനല്ലോ കുട്ടി വിളിക്കുന്നു ഇത് കത്തും ഇത് കത്തിക്കും അവനിട്ടതു കീറിയ നിക്കർ ഒരു റൊട്ടി അവനിന്ന് കിട്ടിയിട്ടും ഞാൻ ചുമ്മാ നിൽക്കുന്നേ നിന്നോ പട്ടി പാൽ കണ്ണി ചാടി വന്നെത്തും ഞാൻ പെണ്ണാളെ പെണ്ണാളെ നീ കരിമ്പ് ചക്കരത്തേനല്ലോ കണ്ണാളെ കണ്ണാളെ നീ ഭയമ്പ് തോക്കണത്തേനല്ലോ. എന്താണ് നിങ്ങള് ബ്ലാക്ക് ട്രൗസറിന് മാത്രം കണ്ടുള്ളൂ ഗൈസ്, വേറെ ആരും കണ്ടില്ലല്ലോ, ബ്ലാക്കിന് മാത്രമല്ല കണ്ടുള്ളൂ. ഞാനും അതെ. आपके 2.6 मिलियन फॉलोअर्स हैं, आप क्या कंटेंट बनाते हो? हाँ कंटेंट दिखाओ ना, अभी बनाएंगे. 2.6 മില്യൺ ഉണ്ട്, എന്ത് കണ്ടന്റ് ചെയ്യണേന്ന് കണ്ടന്റ് കാണിക്കാൻ പോണേ കേട്ടോ. അതിനകത്ത് എന്താ ഉള്ളേ, അതിനകത്ത് കണ്ടന്റ് എന്ന് പറയാൻ എന്താ ഉള്ളേ, इसमें कंटेंट क्या है? അതന്നെ ചോദിക്കുന്നേ. पागल है क्या? दिख नहीं रहा दो कितने बड़े बड़े മറ്റേ ഇവനതിനകത്ത് കണ്ടന്റ് കണ്ടു. लेकिन मैडम लेफ्ट वाला कंटेंट ना राइट वाले कंटेंट से थोड़ा छोटा है. ലെഫ്റ്റ് വാല കണ്ടന്റ് റൈറ്റ് വാല കണ്ടന്റിനേക്കാളും കുറച്ചുകൂടി ഷോർട്ടാണ്. क्या कह रहा हूँ, ऑपरेशन करा लो तो दोनों कंटेंट बराबर हो जाएंगे, मजा आ जाएगा, फिल्म बना दो. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഇപ്പൊ ഉള്ള കുറെ ഫീമെയിൽ കണ്ടന്റേഴ്സിന് അല്ലെങ്കിൽ മറ്റേ കുറെ ഇൻഫ്ലുവൻസ് വേണ്ടിട്ട് അവർക്കുള്ളൊരു ഊക്കാണെന്ന് തോന്നുന്നു. ഹിന്ദിക്കാരും നന്നായിട്ട് കുറെ ഊക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ നല്ല 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 കണ്ടന്റ് ആൾക്കാരുണ്ട് കേട്ടോ. Why men cook better? Strength. ഇതെന്താ ഫീലിങ്സ്, ഫസ്റ്റ് സ്ട്രെങ്ത് ആയിരുന്നു ഇത്, ഫീലിങ്സ് ഇത് സ്കിൽസ്. ഇത് മിക്കവാറും മുകളിൽ ഒട്ടി പിടിക്കാനായിരിക്കും കേട്ടോ. ഓ പാനട കൊടിഞ്ഞു വേടാ. ഓമലറ്റിൽ ഉണ്ണി പൊട്ടാതെ പെപ്പറാന്ന് തോന്നുന്നു, പെപ്പർ കൂടിപ്പോയി. എന്താ വാക്വം ക്ലീനർ വെച്ച് പെപ്പർ എടുത്തതാ കണ്ടത്. ഇത് മറ്റേ പുള്ളിനെ ഇമിറ്റേറ്റ് ചെയ്യണമെന്നോ, ചീസാണ്. തിളച്ച ബട്ടർ അല്ലെങ്കിൽ വെളിച്ചെണ്ണയാണ് മേത്തോട്ട് തെറിച്ചത്. നല്ല സുഖം ഉണ്ടാവും. തെറിച്ചിട്ടുണ്ടോ കാര്യം നിങ്ങൾക്ക്? തെറിച്ചിട്ടുള്ളൊരു കമന്റ് ചെയ്യാൻ ദിബാത്തോട്ട് ഇവിടെ തെറിച്ചിട്ടുണ്ട്. ഫ്രഞ്ച് ഫ്രൈസോ? ഫ്രഞ്ച് ഫ്രൈസ് എന്താ ഉണക്കാ മറ്റേ വെള്ളം കളയാതെന്ന് പറഞ്ഞിട്ട് അവരോട് ഇടാൻ പോകുന്നേ. മിക്കാറല്ല അവര് പൊട്ടി തെറിക്കും. കത്തിപ്പോയി என்ன பண்ணணும், இப்படி புஷ்கு நம்ம ஊத்திடணும். പുള്ളിയുടെ എക്സ്പ്രഷൻ കണ്ടാ? நம்ம போற யூரினுக்கும் இதுக்கும் என்ன டிஃபரண்ட்? யூரினும் மஞ்சளா இருக்கு, சரக்கும் மஞ்சளா இருக்கு. ശരിയാണല്ലേ, യൂറിന് മഞ്ഞളാ ഇருக்கு. എനിക്കൊന്ന് പുള്ളിനെ വെറുപ്പിക്കണെയാണെന്ന് തോന്നുന്നു കേട്ടോ. எங்கடா போற? திருத்தரட்டாயிரா நாட்டோட இருங்க வர. இப்போ அபி நான் என்ன சொல்றேன், മറ്റൊരു ചിരി വന്നടാ. ആക്ച്വലി പ്രാങ്ക കണ്ടാണ്, പക്ഷെ മറ്റൊരു ചിരി വന്ന്. അത് നോക്കട്ടെ, രണ്ടുപേർക്ക് ചിരി വന്ന്. വയറുകാരെടുത്തടാ ചിരിച്ച് എന്റെ അമ്മ. ஆனா உங்க சூழல் எனக்கு புரியுது. அடுத்தோப்பிക്കാൻ போனேன். இப்படி ஒரு சின்ன பையன் வந்து நம்மள வந்து ஒரு மாட்டு சாணத்துல செருப்பு முக்கி அடிச்ச மாதிரி நம்மள கேக்குறானே, இன்னையில இருந்து நம்ம குடிக்க கூடாது. അയാളാ നേരത്തെ ഒഴിച്ചു കളഞ്ഞതിലാണ് ഇപ്പോഴും. അയാള് ഇടിക്കാളെ ദേഷ്യം കേട്ടോ. நீங்க முடிவு பண்ணிட்டீங்கன்னு மட்டும் எனக்கு நல்லா தெரியுது. இப்போ இந்த லேஸ் பாக்கெட் இருக்கா, இது சாப்பிடுறீங்க, இதுல வந்து எவ்வளவு கேலரிஸ் இருக்குன்னு தெரியுமா? கலோரிஸ் அது சாப்பிடுறீங்க, அது கூட பரவாயில்ல. അയാൾ ഇപ്പോഴും അവിടെ തന്നെ നോക്കിയിരിക്കുന്നേ. പാവട്ടാ, പാവല്ല, അയാൾക്ക് പൊട്ടിയിരിക്കണാണ്.
வந்து என்ன பண்ணணும் இப்படி புசு എടാ ഇത് ബാക്കി ഉണ്ടാവോ ബാക്കി എപ്പിസോഡ്സ് ഒക്കെ ഉണ്ടാവോ லீவில் யோகா கிளாஸ்க்கோ மியூசிக் கிளாஸ்க்கோ கீபோர்ட் கிளாஸ்க்கோ டான்ஸ் கிளாஸ்க்கோ இது அது சொல்லிட்டே இருக்காங்க. எனக்கு புரியல சார், நானும் மனுஷன் தானே. ചെക്കൻ്റെ ചോദ്യം ആണ് ഗൈസ്. എത്ര എന്താ യോഗ ക്ലാസ്, ധ്യാനത്തിന്റെ ക്ലാസ്, ട്യൂഷൻ ക്ലാസ്, അവൻ എന്തോരം ക്ലാസ്? അവനും മനുഷ്യനല്ലേ അല്ലേ, നമ്മളും മനുഷ്യനല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇത്രയും ചെറിയ പ്രായത്തിലുള്ളവർക്ക് സ്ട്രെസ് കൊടുക്കുന്നതാണ്. உங்களுக்கு பிடிச்சிருந்தா அங்க போகணும் சார். അതാണ് കറക്റ്റ്. അവർക്ക് വേണമെങ്കിൽ അവര് പോട്ടല്ലേ, നമ്മളെ சார் போக சொல்றாங்க. சம்மர் ஹாலிடேஸ்ல ஒரு பிரெயின் டெவலப்மெண்ட்காக தான் அனுப்புறேன். உங்களுக்கு பிரெயின் இல்லைன்டா நிறுத்தணும் சார் இத. வீட்லயே இருக்க முடியல, என்னால நிறுத்தணும் ஃபர்ஸ்ட் இத. നമ്മൾ ഇതിനെതിരെ ആഞ്ഞ് പ്രതികരിക്കണം ഗൈസ്, ആഞ്ഞ് പ്രതികരിക്കണം. ലീവ് പിള്ളേരുടെ വിഷമം മനസ്സിലാക്കാൻ ഇവിടെ ആരുമില്ലേ? ഹലോ, ആരാ? ആർക്കും എന്തോ പറ്റിയിട്ടുണ്ടെന്ന് തോന്നുട്ടാ. പിന്നെന്താ കൂട്ടുകാരെ വിളിച്ചിട്ട് പോണേ. എന്താ ഏട്ടാ? അവന്റെ കോളേജിൽ പോണം. ആരുടെ കോളേജിന്? എന്ത് പറ്റി? എന്താന്ന് എനിക്കറിയില്ല. അവന്റെ കോളേജ് വരെ വേണം. എന്താ പറ്റിയെന്ന് അറിയാൻ പാടില്ല. പിന്നെ എന്തിനാ അവിടെ ഞെട്ടി? ശരിയാണല്ലോ, അവരെ കുറച്ചുകൂടി ഇതായിട്ട് ചോദിച്ചു, അത്രേ ഉള്ളൂ. ശരിയാണല്ലേ, പിന്നെ എന്തിനാ അവിടെ ഞെട്ടുന്ന എക്സ്പ്രഷൻ? ഇതൊക്കെ ഏത് ഷോർട്ട് ഫിലിമാണ്? ഇതൊക്കെ ഏത് ഷോർട്ട് ഫിലിമാ? എടീ, ഇത് ഇവന്മാര് എഡിറ്റ് ചെയ്യാൻ കാണുന്നില്ലേ? വേറെ മനസ്സിലാവുന്നില്ലേ? കണ്ടിട്ട് എനിക്ക് വിളിക്കണേ. എനിക്ക് വിളിക്കണേ. കണ്ടപ്പോ നിങ്ങക്ക് പൊളിച്ചില്ലേ? വായിൽ വെള്ളം വരുന്നത്. അയ്യോ, ഏതാണ് പുതിയ അവതാരം? തമിഴ് പാട്ടോ? ഏത് അറബി പാട്ടാ? എന്തോന്നറിയ ഈ താടിയിൽ കാണിച്ചാണ്. ഇതെങ്ങനെ ചെയ്തോ? ഗ്യാപ്പ് ഇട്ടിട്ട് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് ചെയ്തേക്കണേ. അതെങ്ങനെ കുറച്ച് പണി എടുത്തിട്ടോ. ഇങ്ങനെ ഫേസ് ഒക്കെ ബ്ലീച്ച് ചെയ്തിട്ടുണ്ട്. അത് ഇവരുടെ കളർ ഇങ്ങനെയാണോ? ഇതിന്റെ കമന്റ്സ് ഒക്കെ ഉണ്ട് കാണണ്ടേ. എന്റെ മോനെ ഏതാ ഡിസൈൻ? ഫോർച്യൂണർ രണ്ട് മോഡലാക്കിയത്. ആരും അമിതമായി പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. താടി പിരിയാൻ പറ്റാത്ത ബന്ധമുണ്ട്. ഇതിലൊക്കെ കമന്റ് എടുത്ത് ആൾക്കാർ സമ്മതിക്കണം കേട്ടാ. അയ്യോ, അതെ, എന്താ പേര്? അഞ്ജന. സ്പൈഡർമാനോ? മാനോ? വി ഫോർ വിക്ടറി. മാനോ? വിജയ്. ഇതിങ്ങനെ ഇതിങ്ങനെ, പിന്നെന്താ ഇതിങ്ങനെ? വി ഫോർ വിക്ടറി, വിജയ്. ഇത് വിജയ് അറിയണ്ട. അയ്യപ്പനോ? മുരുകൻ അയ്യപ്പനോ? ആരാണത്? പുലിമരത്ത അയ്യപ്പനല്ലേ അത്? അതൊന്നും കടിച്ചു നോക്കിയല്ലോ. അയ്യപ്പനൊക്കെ ഉണ്ടോ ഇതിനകത്ത്? എന്റെ അമ്മേ, ഇതെന്നാ റബ്ബർ തോട്ടത്തിൽ മരുന്നടിക്കാൻ വരുന്ന ഹെലികോപ്റ്ററോ? സ്വച്ഛമായ മനസ്സോടെ ധ്യാനിച്ചാലും ശിവൻ നിശ്ചയമായും വരും. വാങ്ങൂ പുത്രേ. ശിവന്റെ ചെയ്താണോ? ബെൽറ്റോ? ഇത് മറ്റേ ശരിയല്ല, ഇത് മറ്റേ റബ്ബർ തോട്ടത്തിൽ മരുന്നടിക്കാൻ കൊണ്ടാണ് മറ്റേ
ഇത് മറ്റേ വാട്ടർ പ്രഷർ ആകുന്നോടല്ലേ, മറ്റേ വണ്ടിയൊക്കെ കഴുകുന്ന ആ വാട്ടർ പ്രഷർ ആകുന്നോട്. നിങ്ങൾ എന്റെ കമന്റ് കാണട്ടോ, ഇത് മാത്രല്ല വേറെ കമന്റ് കമന്റ് ചോദിക്കാം. ശിവൻ വിളിക്കാൻ ബ്രഹ്മാവിനെ സൃഷ്ടിക്കാൻ കഴിവുണ്ടെന്ന് കരുതി ഇതുപോലെ കഴിവ് തൃക്കട് തുറക്കേണ്ടി വരും. അടുത്തത് ഗണപതി എന്റെ അടിയല്ല, ഗംഗാ നദിക്ക് വയറിളക്കി എന്റെ കണ്ണിന് വെള്ളം എനിക്ക് വയ്യ. അയ്യോ ചിരിക്കാതെ മുഴുവൻ അവർക്ക് 10,000 രൂപ സമ്മാനം. ഇതെന്താ ഇത് ഏതോ കല്യാണ പരിപാടി വന്നുണ്ട്, കണ്ടിട്ട് തമിഴ്നാടാണോ? ഓ എടാ ഇട്ടുണ്ട് താഴിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് വിചാരിച്ചേ ഡാർക്ക് കളറായിട്ട് താഴിട്ടുണ്ടെന്ന്. എന്റെ അമ്മ ഏതാ സ്റ്റെപ്പ്. നിങ്ങളൊന്ന് ആലോചിക്ക ആ ഏജില് അപ്പൊ പുള്ളിയുടെ ചെറുപ്പാലത്ത് എന്തായിരിക്കും മൂന്നാമതൊക്കെ. ഓ പുള്ളിക്കര അണ്ടർ അടിച്ചു കഴിഞ്ഞാൽ സെറ്റ് ആയിരിക്കും കേട്ടാ. ഒരു പരിപാടിക്ക് കൊണ്ടുപോയി കഴിഞ്ഞാ നിങ്ങളന്ന് മൂവ്മെന്റ്സ് നോക്ക്. എന്റെ അമ്മോ ഇപ്പഴെ പിള്ളേര് ചിലപ്പോ ചെയ്യൂല അതാരകളൊക്കെ. പുള്ളിക്ക് എത്ര ഏജ് കാണും? ഒരു 65 എങ്കിലും മിനിമം കാണും. 60-65 എങ്കിലും കാണും. ആ ഏജിൽ നമ്മള് ചിലപ്പോ നേരെ നിൽക്കോലൂല. അങ്ങനെയൊക്കെ ബാലൻസ് ചെയ്ത് ടാസ്കാ. പണ്ടത്തെ മൈക്കിൾ ജാക്സന്റെ ഫാനായിരിക്കും. മുത്തശ്ശിയുടെ എനർജി നോക്കി. എല്ലാം ടഫ് സ്റ്റെപ്സ് ഓൺലി. എനിക്ക് തോന്നുന്നു മിക്കവാറും ഗ്രാൻഡ് സൺ ആയിരിക്കണം ഇവര്. ഓ അപ്പൊക്കെ എന്ത് ഹാപ്പി ആയിട്ടാണല്ലേ ലൈഫിലൊക്കെ അത്ര ഹാപ്പി ആയിട്ടൊക്കെ ഇവര് ചെയ്തായിരിക്കും. രണ്ടുപേരും ഇവിടെ ആഘോഷിക്കണേ. ഓ ആ അമ്മാമ്മക്ക് ലൈഫിൽ എത്ര ഹാപ്പി ഉണ്ടാവൂല ആ മൊമെന്റിലൊക്കെ. ഇതാണൊക്കെ പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഫ്രണ്ട്സ്. ഓ ഇത് മറ്റേ ശിവൻ പങ്കര ഡേഞ്ചറാണ്. പക്ഷെ ഞാൻ വല്ലാത്ത ഒന്നും പറയുന്നില്ല. എന്ത് എന്താ പറഞ്ഞു മനസ്സിലാവുള്ളല്ലേ. പക്ഷെ ഇത്രയൊക്കെ പറയുമ്പോ തന്നെ നമ്മളെ ഉള്ളിലൊരു വജ്രായുധം എന്ന് പറയുന്ന സാധനം നമ്മളെ ഉള്ളില് വജ്രായുധം എന്ന് പറയുന്നതാണ് നമ്മുടെ ഉള്ളില്. ഇതണക്കത്തൊരു ഇത് കിട്ടും എന്ന് വെച്ചാൽ എന്തരാ ഒരു ശക്തി എന്ന് പറയപ്പോ അത് നോർമലി ശക്തി അല്ല. അത് പിന്നെ നമ്മളെ ഉള്ളില് ഒരു ആത്മാവണക്കത്തൊരു എന്തരാ ഒരു ശക്തി എന്ന് പറയും. അതെന്താണ്? എന്തരാ ഒരു ശാപമോശം കിട്ടിയ എന്റെ പേരൊന്നും അറിയത്തില്ല നമുക്ക്. എന്തരാ ഒരു വല്ലാത്തൊരു ശക്തി കിട്ടിയ ഒരു ഇതാണ് ഒരു വജ്രായുധം കണക്കത്തെ ഒരു ശക്തി. സത്യമാണ്. ഇതാണൊക്കെ പറയാനാണെങ്കിൽ ഒരുപാട് അല്ല ഇത് ഞാൻ കേട്ട മിസ്റ്റേക്ക് ആണോ? കാര്യങ്ങളുണ്ട് ഫ്രണ്ട്സ്. പക്ഷെ ഞാൻ വല്ലാത്ത ഒന്നും പറയുന്നില്ല. ഞാൻ വല്ലാതൊന്നും പറയുന്നില്ല. അങ്ങനെയാണോ? പക്ഷെ ഇത്രയൊക്കെ പറയുമ്പോ തന്നെ നമ്മളെ ഉള്ളിലൊരു വജ്രായുധം എന്ന് പറയുന്ന സാധനം നമ്മളെ ഉള്ളില് വന്ന നമ്മൾ ഇത്രയൊക്കെ പറയുമ്പോ എന്ത് പറയുന്നത്? ഇവിടെ ഏതോ കൂടി ആരോടെ വലിച്ചു കയറ്റിയത്. ഇതെന്ത് അല്ലെങ്കിൽ വയ്യവന് ഇവനെന്തൊക്കെയാ പറയുന്നേ? കണക്കത്തൊരു ഇത് കിട്ടും. നമുക്ക് കമന്റ്സ് നോക്കാം, അതാണ് ബെറ്റർ. ജീവനും ശക്തിയിൽ ചേർന്ന മാസ്റ്റർ നീ വല്ലപ്പോഴും സ്റ്റിക്ക് അടിച്ചത് സീനില്ല. എല്ലാവരും ഉള്ള കളിക്കുമ്പോ അടിച്ച കല്ലിന്റെ വേറെ
നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ എങ്ങനെയാണ് ഇതിലോട്ട് വലിക്കുക അതുപോലെ ഒന്ന് തിരിഞ്ഞിറങ്ങാൻ കൂടുതലൊന്നും ഞാൻ അവന് പറയുന്ന ചെറിയ കഴിഞ്ഞിട്ട് നിനക്ക് വലുതായിട്ട് എന്തിനാ തുടങ്ങുന്നുണ്ട്. എന്തായാലും കുപ്പി തന്നെ അടിച്ചത്. എനിക്ക് വയ്യ ഗൈസ്. അയ്യോ ഞാൻ ഇന്നത്തെ ദിവസം ചിരിച്ചു മടുത്ത്. ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് പറ്റുന്നത് മാക്സിമം ഷെയർ ചെയ്യുക. മാക്സിമം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ആൻഡ് പറ്റുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇതുപോലെ നല്ല വീഡിയോസ് ചിരിക്കാൻ ഒരുപാടുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് തരാം. ഓക്കെ, സോ സീ നെക്സ്റ്റ് വീഡിയോ. ബൈ.